സുജാത നേർക്കുനേർ നിന്ന് ഗെയിം കളിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. സുജാതയുടെ ആദ്യ ബോളിൽ തന്നെ ക്രിഷ് ക്ലീൻ ബൗൾഡ് ആയിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് സുജാത സാഗറിനോട് ആ വലിയ കാര്യം പറയുകയാണ്. നമുക്ക് ബലരാമനെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടിക്കിളി പോയി നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് സുജാത ഇതൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോൾ സുജാത നല്ല ഗൗരവത്തിൽ സാഗറിന് ഇത് ബലരാമനോട് പറയാൻ ധൈര്യമില്ലെങ്കിൽ സാഗർ അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അത് ബലരാമനോട് ഈസി ആയിട്ട് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. ബലരാമൻ ഇങ്ങനെ താമസിക്കേണ്ടത് നമുക്കൊപ്പമാണ്. ബലരാമന്റെ യഥാർത്ഥ അച്ഛനമ്മീൻ നമ്മളാണ്. നമ്മുടെ യഥാർത്ഥ മകൻ ബലരാമനാണ്. അതുകൊണ്ട് ബലരാമൻ നമുക്കൊപ്പമാണ് വളരേണ്ടതെന്ന് പറയുകയാണ് സുജാത. ബലരാമൻ എന്റെ വയറ്റിലുണ്ടായിരുന്ന കാലത്ത് സാഗർ ബലരാമനെ കേൾപ്പിക്കുന്നതിന് വേണ്ടി എന്നോട് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമായിരുന്നില്ലേ? അങ്ങനെയുള്ളപ്പോൾ ബലരാമൻ നമുക്കൊപ്പമല്ലേ താമസിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് സുജാത നല്ല ഗൗരവത്തിൽ അവിടുന്ന് പോവുകയാണ്. എന്നാൽ സുജാത പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നു എന്ന് സാഗറിന് മനസ്സിലാവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാം ആകെ പരിങ്ങലിലാവുകയാണ് സാഗർ. തുറന്ന് കാണിക്കുന്ന ബലരാമൻ കൺമണിയെ കൂട്ടിക്കൊണ്ട് കൺമണിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി നല്ല ഉറക്കത്തിലാണ്. തുറന്ന് വീടെത്തിയ ശേഷം ബലരാമൻ കൺമണിയെ വിളിച്ചുണർത്തുകയാണ്. തുറന്ന് ബലരാമൻ പിന്നെ കൺമണിയോട് എനിക്കറിയാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൺമണിക്ക് നല്ല ഉറക്കമൊന്നും കിട്ടിയിട്ടില്ലെന്ന്. കുഴപ്പമില്ല കൺമണി ഒന്ന് ഫ്രഷ് ആയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറയുകയാണ്. വീട്ടിൽ കിടന്നുറങ്ങിക്കോളാൻ പറയുകയാണ്. ഇന്ന് ഇനി ഓഫീസിലേക്ക് ഒന്നും വരണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ അത് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് എന്തായാലും ഓഫീസിലേക്ക് ഇന്ന് വരും എന്ന് പറയുകയാണ്. 2 ദിവസം തന്നെ ലീവ് എടുത്ത് ഒരുപാട് വർക്ക് പെൻഡിങ് ആണ്, അതുകൊണ്ട് ഇന്ന് ഓഫീസിലേക്ക് എന്തായാലും വന്നേ പറ്റൂ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമന് സന്തോഷമാവുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ കൺമണിയെ പുകഴ്ത്തുകയാണ്. കൺമണിയുടെ ഈ ഡെഡിക്കേഷനെ കുറിച്ച് ബലരാമൻ വാഞ്ഞോളം പുകഴ്ത്തുകയാണ്. ബലരാമന്റെ BR ഗ്രൂപ്പിന് വേണ്ടി കൺമണി പണ്ട് ഡിസൈൻ ചെയ്ത ആ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ബലരാമൻ കൺമണിയെ വാഞ്ഞോളം പുകഴ്ത്തുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ബലരാമനോട് മതി സാർ, ഇന്ന് എന്നെ ഒരുപാട് പുകഴ്ത്തി, എല്ലാവരും ചേർന്ന് ഒരുപാട് പുകഴ്ത്തി, ഇന്ന് എനിക്ക് ഒന്നും കഴിക്കേണ്ടി വരില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി വീടിന്റെ അകത്തേക്ക് പോകാൻ നേരം ബലരാമൻ കൺമണിയെ വിളിക്കുകയാണ്. അതെന്ത് പറ്റി കൺമണി, എന്നെ എന്താണ് വീട്ടിലേക്ക് ക്ഷണിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും കൺമണിക്ക് എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ ഞാനത് മറന്നുപോയി, വാ സാർ നമുക്ക് വീട്ടിൽ കയറിയിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ്. തുടർന്ന് ശ്രീനിയോട് ബലരാമൻ വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ്. മനോജിന്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ ബലരാമനെ കണ്ട് ബലരാമൻ സാറിന് എന്നെ മനസ്സിലായോ, ഞാൻ ധനലക്ഷ്മിയാണ്, പണ്ട് എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നാട്ടുകാരന്റെ മുഖം അടിച്ച് പഞ്ചറാക്കി ഷേപ്പ് മാറ്റിയതാണെന്നൊക്കെ പറയുകയാണ് ബലരാമനോട് ധനലക്ഷ്മി. തുടർന്ന് ധനലക്ഷ്മി പിന്നെ മനോജിന്റെ കാര്യം പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ ധനലക്ഷ്മിയോട് ആ ഗുണ്ടകൾ ഇവിടുന്ന് പോകാൻ പാടില്ലായിരുന്നു, ആ ഗുണ്ടകൾ ഇവിടുന്ന് പോയത് കൊണ്ടാണ് മനോജ് ഇപ്പോൾ ജയിലിലായതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ ബലരാമനോട് കൃഷ്ണ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്, ആ ഗുണ്ടകളെ തടയാൻ ഒരുപാട് ശ്രമിച്ചതാണ്, അപ്പോഴാണ് കൃഷ്ണ അവരുടെ കയ്യിൽ നിന്ന് വെട്ടുകൊണ്ട് ഹോസ്പിറ്റലായതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ നല്ല ഗൗരവത്തിൽ ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗുണ്ടകളെയെല്ലാം ഞാൻ ഇടിച്ച് പഞ്ചറാക്കി ചമ്മന്തിയാക്കി ദോശയ്ക്കൊപ്പം ആക്കിയേനെ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ ഈ ഒരു അവസരം കൺമണിക്ക് ഇട്ടൊരു കൊട്ടു കൊടുക്കാൻ ഉപയോഗിക്കുകയാണ്. ശരിയാണ് സാറി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗുണ്ടകളുടെ പരിപ്പളക്കിയേനെ എന്ന് പറയുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, സാറല്ലല്ലോ, കൃഷാണ് ഇവിടെ ആ സമയത്ത് ഉണ്ടായത്. എന്നാൽ ധനലക്ഷ്മിയുടെ ഈ കളിയാക്കൽ കൺമണിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കൺമണിയുടെ മുഖം മാറുകയാണ്. തുടർന്ന് ധനലക്ഷ്മി വീണ്ടും ബലരാമനോട് മനോജേട്ടന് ജാമ്യം എടുത്തു കൊടുക്കുന്നതിന്റെ കാര്യം പറയുകയാണ്. മനോജേട്ടന്റെ കാര്യം നോക്കാൻ ഇവിടെ ഇപ്പോൾ ആരുമില്ല എന്ന് പറയുകയാണ്. വീണ്ടും കൺമണിക്കിട്ട് കൊട്ടുകയാണ് ധനലക്ഷ്മി. എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ ധനലക്ഷ്മിയോട് അയ്യോ ചേച്ചി അതോർത്തൊന്നും വിഷമിക്കേണ്ട, മനോജിന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ എടുക്കാം എന്ന് പറയുകയാണ്, ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. തുടർന്ന് ബലരാമൻ എങ്കിൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ശ്രീനിയും ധനലക്ഷ്മി അയ്യോ സാർ അകത്ത് കയറി ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് ധനലക്ഷ്മിയോട് പിന്നെ ബലരാമൻ അത് പിന്നീട് ഒരിക്കലാകാം എന്ന് പറയുകയാണ്. എനിക്ക് ഈ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി അതിനെന്താ സാർ എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോവുകയാണ്. തുടർന്ന് ബലരാമൻ പോയ ശേഷം കൺമണി തന്റെ മനസ്സിലെ ദേഷ്യം ധനലക്ഷ്മിയുടെ വെട്ടി തുറന്ന് പറയുകയാണ്. ചേച്ചി ചെയ്ത് വളരെ മോശമായി പോയി എന്ന് പറയുകയാണ്. സന്ദർഭം നോക്കിയിട്ട് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അത് കണ്ട് ധനലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരികയാണ്. ധനലക്ഷ്മി ആ ദേഷ്യം അച്ഛനോട് തീർക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്, കൺമണി പറഞ്ഞ് കേട്ടില്ലേ, എന്റെ മനോജേട്ടന് വേണ്ടി ആരും ഒന്നിനും ശ്രമിക്കില്ല, ആരെങ്കിലും ശ്രമിക്കാൻ വന്നാൽ അവരെ കുറ്റപ്പെടുത്തി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ പഴിക്കുകയാണ് ധനലക്ഷ്മി.
തുറന്നു കാണിക്കുന്ന കൺമണിയാണ്. കൺമണി അകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ധനലക്ഷ്മി വീണ്ടും പുതിയ കുത്തിത്തിരിപ്പുമായിട്ട് കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയൽവക്കത്തെ ആ ചേച്ചി എന്നോട് ചോദിക്കുകയാണ് എന്റെ കഴുത്തിലെ ആ നെക്ലസ് മാല എവിടെ പോയെന്ന്. ഞാൻ അപ്പോൾ ചിന്തിക്കുകയായിരുന്നു എന്റെ കഴുത്തിൽ ആ നെക്ലസ് മാലയുള്ള കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു എന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ നെക്ലസ് മാല വാങ്ങുന്ന സമയത്തും അവർ എനിക്കൊപ്പം ഉണ്ടെന്ന്. ഇപ്പോൾ കണ്ടില്ലേ കൺമണി, എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. നീ ഇതിനെന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തണമെന്ന് പറയുകയാണ്. ആ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയ 51 പവന്റെ കൂട്ടത്തിലും ആ നെക്ലസ് മാല ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. നീ എനിക്ക് 51 പവൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരണമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അവിടെ ഓസിന് വലിഞ്ഞു കയറി താമസിക്കുന്ന ധനലക്ഷ്മിയുടെ അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് സീനൊന്ന് കളറാക്കാൻ. തുറന്ന് കൺമണി നല്ല ഗൗരവത്തിൽ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കിക്കോളാം ചേട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടുന്ന് സ്കൂട്ടാവുകയാണ്. ഒരു ഉളുപ്പില്ലാതെ വലിഞ്ഞു കയറി താമസിക്കുന്ന മനോജിന്റെ അമ്മായിമ്മയെ അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇതുവരെയായിട്ട് കൺമണിക്കോ ശ്രീനിക്കോ അമ്മായിക്കോ സാധിച്ചിട്ടില്ല. തുടർന്ന് കാണിക്കുന്നത് സാഗറിന്റെ വീടാണ്. സാഗറിന്റെ വീട്ടിൽ സുജാത വീടിന്റെ പുറത്ത് ബലരാമിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. എന്ത് പറ്റി സുജാത, എന്താണ് നീ ഇത്ര ഗൗരവത്തിൽ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നു ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ചെറിയൊരു സങ്കടത്തോടു കൂടി സുജാത ബലരാമൻ ഇന്ന് നേരത്തെ വരുമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതുവരെയായിട്ടും ബലരാമൻ വന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ സാഗറിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് നീ എന്തിനാണ് വെറുതെ ബലരാമന്റെ കാര്യം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു ചോദിക്കുകയാണ്. ബലരാമന്റെ തിരക്കുകളെല്ലാം ഉള്ളതല്ലേ. എന്നാൽ അത് കേട്ട് സുജാത അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ബലരാമൻ ഇങ്ങനെ താമസിക്കേണ്ടത് നമുക്കൊപ്പമാണ് എന്ന് പറയുകയാണ് സാഗറിനോട് സുജാത. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബലരാമന്റെ വണ്ടി വരികയാണ്. എന്നാൽ അത് കണ്ട് സുജാതയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് ബലരാമൻ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. തുറന്ന ബലരാമനെ കണ്ട് സുജാത ഓടിച്ചെന്ന മകനെ നീ വന്നല്ലോ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ ബലരാമന് പിന്നെ എന്തൊരു പന്തികേട് തോന്നുകയാണ്. അമ്മയ്ക്ക് എന്നോട് എന്തോ ഗൗരവമായിട്ട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ സുജാത അതെ, എനിക്ക് നിന്നോട് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇനി മുതൽ നീ താമസിക്കേണ്ടത് ഈ വീട്ടിലാണ്, നീ ഇനി മുതൽ ഇങ്ങോട്ട് താമസം മാറ്റണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ. തുറന്ന് ബലരാമൻ പിന്നെ അമ്മയോടും അച്ഛനോടും അത് ശരി, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാനാണല്ലേ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചോദിക്കുകയാണ്. തുറന്ന് ബലരാമൻ ഞാനിപ്പോൾ എവിടെ നിന്നാൽ എന്താണ് കുഴപ്പം, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് താമസം മാറ്റുന്നത് ചോദിക്കുകയാണ്. തുറന്ന് സുജാത പിന്നെ ബലരാമനോട് നീ ഇനി മുതൽ ഇവിടെ താമസിച്ചാൽ മതി, നിനക്ക് ഒരുപാട് ശത്രുക്കളെല്ലാം ഉള്ളതല്ലേ, അതുകൊണ്ട് നീ ഇവിടെ താമസിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ബലരാമൻ വീണ്ടും സുജാതയോട് ശത്രുക്കൾ ഇപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാമല്ലോ, ബന്ധുക്കളിലും ശത്രുക്കളെല്ലാം ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. ആരുടെ രൂപത്തിൽ വേണമെങ്കിലും ശത്രുക്കൾ ഉണ്ടാകാം, അത് ഒരു പക്ഷെ ആന്റിയമ്മയുടെ രൂപത്തിൽ വരെയാകാം എന്ന് പറയുകയാണ് ബലരാമൻ. എന്നാൽ അത് കേട്ട് സുജാത അതൊന്നും നീ പറഞ്ഞാൽ ശരിയാകല്ലേ, നീ ഇനി മുതൽ ഇവിടത്ത് താമസിക്കണം എന്ന് പറയുകയാണ്. എനിക്ക് നിനക്ക് തരാൻ പറ്റാത്ത സകല സ്നേഹവും എനിക്ക് നിനക്ക് തരണം. എന്നാൽ ഇതെല്ലാം കേട്ട് സാഗറാകെ ഉത്തരമുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. എന്നാൽ ഈ സമയത്ത് ബലരാമൻ വീണ്ടും വന്നിട്ട് സാഗറിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അച്ഛാ എന്ന് ചോദിക്കണം. എന്നാൽ അത് കേട്ട് ബലരാമനോട് പിന്നെ സാഗർ സുജാത പറഞ്ഞ് നീ കേട്ടിട്ട് സുജാത മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടത്തിയെടുക്കാതെ സുജാത വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് നീ സുജാത പറഞ്ഞങ്ങ് സമ്മതിച്ചോളാൻ പറയുകയാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ബലരാമൻ സുജാതയുടെ ഈ ആവശ്യം അംഗീകരിക്കുകയാണ്. ഞാൻ ഇനി മുതൽ ഇങ്ങോട്ട് താമസം മാറ്റാമെന്ന് ബലരാമൻ അമ്മയോടും അച്ഛനോടും പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് സന്തോഷമാവുകയാണ്. സാഗറിന് പക്ഷെ അത്ര വലിയ സന്തോഷം സാഗറിന്റെ മുഖത്തില്ല. തുറന്ന് ബലരാമനെയും കൂട്ടിക്കൊണ്ട് സുജാത അകത്തേക്ക് ചെല്ലുകയാണ്, കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് ബലരാമനെ കണ്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. തുറന്ന് ബലരാമനോട് കൃഷ്ണ ചേട്ടൻ നേരത്തെ എത്തിയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട ബലരാമൻ പിന്നെ കൃഷ്ണനോട് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, കൺമണിയെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചോ എന്നല്ല, നീ ധൈര്യമായിരിക്കുക, കൺമണി സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് സുജാത പിന്നെ ബലരാമനോട് കൃഷ്ണയ്ക്ക് കുറച്ച് ദിവസം ഒന്നും ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ അതൊക്കെ ശരിയാണമ്മേ, പക്ഷെ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത അയ്യോ മോനെ, നീ 2 ദിവസം കഴിഞ്ഞാലൊന്നും ഓഫീസിലേക്ക് പോകണ്ട, നിനക്ക് ഇപ്പോൾ റെസ്റ്റ് ആണ് വേണ്ടത്, നീ ഒരു കാര്യം ചെയ്യേ, നീ കുറച്ച് ദിവസം ഇവിടെ റെസ്റ്റ് എടുത്തോളാൻ പറയുകയാണ്, ഡോക്ടർമാർ പറയുന്നത് വരെ നീ ഇവിടെ റെസ്റ്റ് എടുത്തോളാൻ പറയുകയാണ്, ഞാൻ നിനക്കൊപ്പം ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല, സാഗറിനും ബലരാമനും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ സുജാതയോട് അപ്പോൾ ഓഫീസിലെ കാര്യമോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുജാത ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ്. ഈ ഓഫീസിലെ കാര്യം ബലരാമൻ നോക്കട്ടെ എന്ന് പറയുകയാണ്, കൃഷി തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ, കൃഷിന്റെ സ്ഥാനത്ത് ഇനി ബലരാമൻ വരട്ടെ, ഓഫീസിൽ കൃഷി ചെയ്തിരുന്നതെല്ലാം ഇനി ബലരാമൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷിന്റെ സ്ഥാനം ബലരാമന് കൊടുക്കുകയാണ് സുജാത. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷും സാഗറും ബലരാമനും. എന്നാൽ ഇതോടുകൂടി കൃഷ്ണ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അമ്മ കൂടെ നിന്ന് നൈസായിട്ട് തനിക്കിട്ട് പണി തരികയാണെന്ന് കൃഷ്ണ മനസ്സിലാവുകയാണ്. പക്ഷെ കൃഷ്ണ മറുത്തൊരു വാക്ക് പറയാൻ സാധിക്കുന്നില്ല.
തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് അതൊന്നും ശരിയാകില്ല എന്ന് പറയുകയാണ്. ബലരാമൻ പുതിയതല്ലേ, കൃഷിയല്ല ഇത്രയും നാൾ ഓഫീസിൽ കാര്യങ്ങളൊക്കെ നോക്കിയത്, അതുകൊണ്ട് പെട്ടെന്ന് ബലരാമൻ അതൊക്കെ നോക്കിയാൽ ശരിയാകില്ല, കൃഷ്ണനാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ സാഗറിനോട് ബലരാമൻ അങ്ങനെ ചെറുതായി കാണേണ്ട കാര്യമില്ല, ബലരാമൻ ബഹുമിടുക്കനാണ്, BR ഗ്രൂപ്പ് കുറെ നയിച്ചതാണ്, വലിയ കാശ് സമ്പാദിച്ചിട്ടുള്ളവനാണ്, അതുകൊണ്ട് ബലരാമനെ ചെറുതായി കാണേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ സാഗർ അയ്യോ ഞാൻ അങ്ങനെ ചെറുതായി കണ്ടതല്ല. തുടർന്ന് സുജാത പിന്നെ കൃഷ്ണനോട് നിനക്ക് വല്ല പരിഭവം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണൻ എനിക്ക് എന്ത് പരിഭവം, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ സങ്കടത്തോടുകൂടി പിന്നെ കൃഷ്ണനോട് സത്യം പറ കൃഷ്ണൻ, നിനക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൃഷ്ണ കാര്യം മനസ്സിലാവുകയാണ്. ചേട്ടൻ ഉദ്ദേശിച്ചത് ഈഗോ ആണോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ചേട്ടനോട് ഒരു ഈഗോയും ഇല്ല എന്ന് പറയുകയാണ് കൃഷ്ണൻ. ഏട്ടനോട് ഈഗോ കാണിക്കണമെങ്കിൽ ഞാൻ എത്രമാത്രം അധപതിക്കണം, അതുമാത്രമല്ല ഇത് നമ്മുടെ അമ്മ സുജാത മാഡത്തിന്റെ ഓർഡറാണ്, അനുസരിച്ചേ പറ്റൂ എന്ന് പറയുകയാണ്. ചേട്ടൻ ഇനി എനിക്ക് പകരം കമ്പനി നോക്കി നടത്തണം എന്ന് പറയുകയാണ് കൃഷ്. അതും പറഞ്ഞുകൊണ്ട് കൃഷ് ബലരാമന് നേരെ കൈ നീട്ടുകയാണ്. തുടർന്ന് ബലരാമൻ കൃഷിന് കൈ കൊടുക്കുകയാണ്. അങ്ങനെ സുജാത കൃഷിന് പകരക്കാരനാക്കി മാറ്റുകയാണ് ബലരാമനെ. എന്നാൽ ഈ സമയത്ത് സുജാത ബലരാമന്റെ മുഖത്ത് നോക്കിയിട്ട് ബലരാമൻ എന്റെ മകൻ കൃഷിന് പകരക്കാരനല്ല, എന്റെ മൂത്ത മകൻ തന്നെയാണെന്ന് ഒരു അർത്ഥം വെച്ചുകൊണ്ട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ആകെ കിളി പോയി നിൽക്കുകയാണ്. ഇവളിത് എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാകാതെയാണ് സാഗർ നിൽക്കുന്നത്. തുടർന്ന് സുജാത അവിടുന്ന് പോയ ശേഷം സാഗറും ബലരാമൻ തിരിഞ്ഞു നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ബലരാമൻ വീണ്ടും കൃഷിന്റെ അടുത്ത് ചെന്നിട്ട് തോളിൽ കൈവച്ചുകൊണ്ട് നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ കൃഷ് എന്ന് ചോദിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.